Welcome back to another video of X and Y Learning. USSന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന USSന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസ് ആണ് സാർ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഷദീദ് സാറിൻ്റെ സോഷ്യൽ സയൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, കാണുക. അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഷദീദ് സാർ പറയുന്ന ഓരോ പോയിന്റ്സും എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് പരീക്ഷയ്ക്ക് വരും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എക്സ് ആൻഡ് വൈ ലേണിങ്ങിൻ്റെ എക്സ് ആൻഡ് വൈ USSൻ്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പഠനത്തിന് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പം ഇന്ന് നമ്മൾ USSൻ്റെ ക്ലാസ് ആണ്. USSൻ്റെ നിങ്ങളുടെ സോഷ്യൽ സയൻസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് മക്കളെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലേക്ക് കടന്നാലോ. 0 ഡിഗ്രി രേഖാംശ ഏത് പേരിൽ അറിയപ്പെടുന്നു? രേഖാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ് എന്നുള്ളതാണ് എന്ത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അതിന് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ജോഗ്രഫിയിൽ നിന്ന്, സോഷ്യൽ സയൻസിൽ തന്നെ നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ജോഗ്രഫി, അല്ലേ? നമ്മൾ ചരിത്രത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഹിസ്റ്ററി എന്ന് പറയും. ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പം ജിയോളജി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്. അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ജോഗ്രഫിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 0 ഡിഗ്രി രേഖാംശ രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണോ, അതോ ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ സി ഗ്രീൻവിച്ച് രേഖയാണോ, അതോ ഓപ്ഷൻ ഡി ഭൂമധ്യ രേഖയാണോ? ഭൂമധ്യ രേഖയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഇക്വേറ്റർ എന്ന് പറയും. അപ്പം ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ പലരും ആദ്യം തന്നെ ഓപ്ഷൻ ഡിയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. കാരണം 0 ഡിഗ്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഇക്വേറ്റർ ആണല്ലോ എന്നുള്ള ഒരു ഇത് എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡിലൂടെ പോകും. പക്ഷേ നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം, വായിക്കണം. കാരണം നിങ്ങൾ എക്സ് ആൻഡ് വൈയുടെ മക്കളാണ്. നമുക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. മുഴുവൻ മാർക്കും നേടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വർഷത്തെ USS ക്രാക്ക് ചെയ്യേണ്ടത്, അല്ലേ? USS ക്രാക്ക് ചെയ്യണം, നമുക്ക് പൊട്ടിച്ചെടുക്കണം, നമുക്ക് ജയിച്ച് നേടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യം പെട്ടെന്ന് വായിച്ചിട്ട് ഉത്തരം കൺഫ്യൂസ്ഡ് ആയിട്ട് എഴുതാൻ പാടില്ല. ചോദ്യം ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കണം. എല്ലാ ചോദ്യങ്ങളും 2 തവണ ആവർത്തിച്ച് വായിക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അതിനുള്ള സമയം ലഭിക്കും. കൂൾ ഓഫ് ടൈമും കാര്യങ്ങളൊക്കെ